ആളാണ്. അടുത്തൊരു റിതേഷ് ദേശ്മുഖ് ആകാൻ ചാൻസ് ഉണ്ടാകും. റിതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ബട്ട് നല്ല ഹ്യൂമർ ആയിട്ടുള്ളതും പിന്നെ നല്ല ടോണേഴ്സ് ഉള്ള സംഭവം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജോണറൊക്കെ എനിക്ക് അതിനേക്കാളും ഭയങ്കര വർക്കായിട്ട് തോന്നിയത് സ്ത്രീ ടു രാജ്കുമാർ റാവുവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ബുൽബുലയ്യ നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഇവരുടെ ഏറ്റവും വലിയ കോമഡി അല്ലേ. അപ്പോ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതുപോലെ ഈ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ, ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു നമ്മൾ വന്നു. അതുകൊണ്ടാണ് എനിക്ക് ചോദിച്ചത്. താങ്ക് യു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ട് അതാ ചോദിച്ചത്. ഓ, അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ഇത് ന്യൂസ് വരുന്നതല്ലേ? ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെ കരിമുകൾ അമ്പലങ്ങളും തൃപ്പൂണിത്തുറ പോയാ മതി. ഹലോമി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി റിട്ടേൺസ്. അതെ, ഹലോ മമ്മി. ഹലോ മമ്മി 2 ആണ് ഈസി ആയിട്ട് നമ്മള് ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാരും ഒരു ബില്ലിയും. അതെ, ഇല്ല ഞാൻ പുറത്തുനിന്ന് ആള് വേണ്ടെന്നുള്ള ഇല്ലേട്ടാ, അങ്ങനെയൊന്നും ഇല്ലട്ടോ. അവസാനം ഇന്ന് ഞാൻ എയറി കയറാമല്ല, പടം ഫുള്ള് ഞാൻ എയറാണ്. ഇനി പടം കഴിഞ്ഞിട്ട് എയറിൽ കയറേണ്ട കാര്യമില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ. ഇവര് വേറെ ഒരു പ്ലാൻ ഒക്കെ പറയണ്ടായിരുന്നു അച്ഛനും, പക്ഷെ എനിക്ക് അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് അത്ര പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു വൈറ്റ് സൗണ്ട് കഴിയുമ്പോൾ അവിടെ ഷാഡോ മൂവ് അങ്ങനെ സ്ഥിരം ഇതുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം എഫേർട്ടല്ലോ ഷാഡോ പോലെ കാണിക്കുക, ഹൊറപ്പടത്തിൽ കാണിക്കും. ഏകദേശം പ്രഡിക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഷോട്ടിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന മൂവ്മെന്റ് അവിടെ നടന്നിരിക്കും, അവിടെ ഒരു പോസ്റ്റ് വന്നിരിക്കും. ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു ഇത് ഫീലിംഗ് ആണത്. അത് ബ്രേക്ക് ചെയ്യണമെന്നൊരു ഇത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്തും. അതെന്തോളം ഹാർഡ് വർക്ക് ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഹൊറർ എലമെന്റ് ഒരുപാട് കയറ്റി വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നാമത് ഇതിനകത്ത് മമ്മിയാണ്. എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളോട് യൂസ് ടു ആവും. പിന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ട സിനിമകളിലെല്ലാം നമുക്കറിയാം വരും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു ജംസ്കെയർ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ അത് ഒബ്വിയസ്ലി ഞങ്ങളത് കുറച്ച് ഒഴിവാക്കിയായിരുന്നു ഞാൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ഫണ്ട് കയറി വരണം. പിന്നെ ഒരു 1 മാൻ ഷോ ഇതിനകത്ത് ഒരു സമയം വരെ കളിക്കുന്നുണ്ട്. ആ 1 മാൻ ഷോയ്ക്ക് ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ പേടിയല്ല, പിന്നെ വേറെ തരത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഹൊററിനെ. വേറൊരു ചോയ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല. ബിന്ദു ചേച്ചി മതി ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചത്. അത് ബിന്ദു ചേച്ചി തന്നെ ചെയ്യണം. ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യാൻ ചേച്ചിക്ക് ഭയങ്കര ഇത് നല്ല കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് അറിയാം ചേച്ചി അത് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത പോലെ എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഉള്ള ഭയങ്കര മാസ് ചെറിയ അല്ലേ ആക്ഷൻ പറയുന്നില്ല. ഭയങ്കര രീതിക്കാണ് വലിയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാറേ, ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എത്ര അടുത്തുണ്ട്? കാരണം അത് പറഞ്ഞ CGI ഷോട്ട്സ് ഒക്കെ ടോപ്പ് ക്ലാസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം എല്ലാ സീനിലും ഒരു സീനിൽ പോലും നമുക്ക് അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല. കാരണം VFX ഒക്കെ ടോപ്പ് ആയിരുന്നു. എത്ര നാളെടുത്തു ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എടുത്തു? പോസ്റ്റ് പ്രൊഡക്ഷൻ ഞങ്ങൾ ഏറ്റവും നല്ല സമയം കൊടുത്തത് VFX തന്നെയാണ്. VFX നല്ല സമയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്.
കാരണം അവരൊന്നാമത് ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സിൽ രാഹുൽ യെസ് നമ്മുടെ ഗ്രേറ്റ് ഡയറക്ടറിനെ പുള്ളി ഓൾറെഡി VFX അഗ്രഗണ്യമാണ്. അപ്പൊ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം ഒരു ടീം നമ്മുടെ കൂടെ ഷൂട്ടിലുണ്ടായിരുന്നു. അപ്പം അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും, നമുക്ക് ചുമ്മാ ഇന്ററാക്ഷൻസ് ഒന്നും അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ററാക്ഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ ഇന്ററാക്ഷൻസ് എല്ലാം ഇവരെ വെച്ചാണ് പല കാര്യങ്ങളും. ക്ലൈമാക്സ് ഓൾ ക്രൂ അവിടെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ എങ്ങനെ വേണം, ഇപ്പൊ CG ഒരാൾക്കും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത CG അവർ ചെയ്തിട്ടുണ്ട്. സർ കാരണം ഒരു വേൾഡ് ക്ലാസ് ഫീൽ ചെയ്യുന്നത് അടിപൊളിയായിരുന്നു. ഇതിലെ മഫിയ അധികം പ്രശ്നങ്ങളൊക്കെ എത്തിക്കാത്ത ഒരു കഥാപാത്രം